ഇടിയുടെ പടിയുടെ പൂര ബിഗ് ബോസ് റിവ്യൂയിലേക്ക് അവർക്ക് സ്വാഗതം. ഒണിയലും ജിസയിലും പുറത്തു പോകാനുള്ള കാരണം എന്താണ്? കൂടുതൽ അറിയാൻ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ നടന്നു. ഒണിയലും ജിസയിലും പുറത്തായിട്ട്. ഈ ഒണിയലും ജിസയിലും പുറത്താകാനുള്ള കാരണം എന്താണ്? ഫസ്റ്റ് ഒണിയലിന്റെ കാര്യം പറയാം. ഒണിയൽ ഇപ്പോഴാണ് കുറച്ച് ആക്റ്റീവ് ആയത്. നമ്മുടെ അഭിലാഷ് പോയി പിന്നെ എപ്പോഴും അഭിലാഷ് ഒണിയൽ ഒക്കെ ആയിട്ട് ഒരു ഗ്യാങ് ആയിട്ട് ഒരു അങ്ങോട്ട് നിൽക്കുമായിരുന്നു. ചുമ്മാ അതിനെ നടക്കുന്നതല്ലാതെ പുള്ളി അധികം ഗെയിമൊന്നും കളിച്ചിട്ട്. പിന്നെ നമ്മുടെ വേദലക്ഷ്മിയുടെ ഇഷ്യൂ ഒന്നുമില്ല, ലക്ഷ്മി ആയിട്ടുള്ള ഇഷ്യൂ വന്നപ്പം ഒണിയൽ കുറച്ച് വോട്ട് കിട്ടി. ഒണിയൽ ഫസ്റ്റ് ഇതിൽ വന്നതാണ്. അപ്പോൾ ആ ഒണിയന് സപ്പോർട്ട് കൂടുതലായി. അത് കഴിഞ്ഞിട്ട് പിന്നെയും പുള്ളി അവിടെ ഒതുങ്ങിപ്പോയി, എവിടെയെങ്കിലും പോയി മൂലയ്ക്ക് ഇരിക്കുകയും അങ്ങനെയൊക്കെ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഒണിയൻ ഉണ്ടായത്. അതുകൊണ്ട് ഒണിയൻ്റെ വോട്ട് കുറഞ്ഞു. രണ്ടാമത് ഞാൻ പറയുന്നത് നമ്മുടെ ജിസയിലെ പുറത്താനുള്ള കാരണം മെയിനായിട്ട് ആര്യനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് തന്നെയാണ്. അത് ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവർ ഗ്രൂപ്പീസും എല്ലാം ഉണ്ടാക്കി അനുമോളോടുള്ള ഇതും ഒക്കെ ആയപ്പോൾ ജിസയിലിനെ ആളുകളൊക്കെ വെറുത്ത് ആര്യനോടുള്ള ഇത് തന്നെ. ഈ ആര്യനുമായിട്ടുള്ള കിടക്കപങ്കിടുവ് ഇതെല്ലാം ആളുകളിലേക്ക് അത് നെഗറ്റീവായി. ജിസയിലിന് പുതിയൊരു വിളിപ്പേര് മതി, ജിസയിൽ അമ്മായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം എതിരായി കഴിഞ്ഞപ്പോൾ ജിസയിലിന് കുറച്ചും കൂടെ വോട്ട് കുറയാൻ സാധ്യത കാര്യമായി. പിന്നെ അവർ ഇതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് വോട്ട് കുറയുന്നുണ്ട്. സാബുമോൻ അവിടെ നിൽപ്പുണ്ട്. സാബുമോന് വോട്ട് കൊടുക്കാൻ മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ സാബുമോന് നല്ല അത്യാവശ്യം നല്ല ഫാൻസ് ഇല്ലെങ്കിൽ അവിടെ നിൽക്കത്തില്ല. അത് ഒരു കോപ്പും കാണിച്ചില്ല, ഒരു ഗെയിം പോലും കളിക്കാത്തൊരു വ്യക്തി. എനിക്ക് എങ്ങനെയാണ് ഇത്ര വോട്ട് കിട്ടുന്നത് എനിക്കറിയാം. എനിക്ക് തോന്നുന്നത് ന്യൂ ജനറേഷൻ ആൾക്കാരായിരിക്കും. അതൊക്കെ എനിക്ക് തോന്നുന്നത് സാബുമോന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടിക്കാണും. അതായിരിക്കും സാബുമോൻ എത്രയും ഇപ്പോഴും പുറത്താകാതെ. എന്ന് വെച്ചാൽ നന്നായി ഗെയിം കളിക്കുന്ന ആളുകളാണ് ജിസയിലും ഒണിയനും ഒക്കെ. എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് ഗെയിം കളിക്കുന്നതല്ല പറഞ്ഞത്, എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. നമ്മുടെ സാബുമോനെ അപേക്ഷിച്ച് ഇവർ നന്നായി ഗെയിം കളിക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഇവര് പുറത്തു പോകാനാണ് ഇതായത്. സാബുമോനെ അവിടെ എന്താണ് ചെയ്യുന്നത് നമുക്ക് പോലും ചുമ്മാ ചിരിച്ച് പിക്നിക് സന്തോഷിച്ച് അതിനെ നടക്കുന്നത്, എല്ലാവരുമായിട്ട് ജോലി അടിച്ച് കിടക്കുന്നത്. ഇത് മാത്രമാണ് സാബുമാനാണ്. വെറുതെ കാശും കൊടുത്ത് അവിടെ ബിഗ് ബോസ് ഫുഡ് കൊടുത്തിട്ടിരിക്കും, അത്രയേ ഉള്ളൂ. അതെല്ലാം ഇതുപോലെ വരും. ഓരോ ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ വരും. നോബിയൊക്കെ വന്നില്ലേ, നോബിയൊക്കെ വന്ന പോലെയൊക്കെ ഇത് ചെയ്യും. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ്.